ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി പഴക്കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അതിനാദ്യം ഇതാ നമ്മൾ 3 പഴം ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം നന്നായിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇതാ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട പഞ്ചസാര, മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ പഴത്തിലേക്ക് ഇതാ ഈ ഒരു മുട്ടൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടകൾ അധികം എന്താ പറയുക, ഇങ്ങനെ കട്ട കുത്തിക്കെടുക്കാതെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കണ്ടോ, ഈ ഒരു രീതിക്ക് വരണം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം. എന്നിട്ട് ഇത് നമ്മൾ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കണം. അതിനാദ്യം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പം ഈ ബാറ്റർ നമ്മൾ നേരെ ഈ ഒരു പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മൂടി വെക്കുക. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ, മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡി ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ മുന്തിരിയോ അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പഴക്കേക്കാണ് സംഭവം. പക്ഷെ പഴക്കേക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ പച്ചക്ക് അരിഞ്ഞിട്ടിട്ടാണ് ഇതിൽ ചേർക്കാറ്. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റിലായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. ഭയങ്കര സോഫ്റ്റാണ് ഈ കേക്ക്. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ്. കണ്ടോ, ഇതിൻ്റെ സോഫ്റ്റ് എന്താണെന്ന് അറിയേണ്ടത് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അങ്ങനെ മുറിഞ്ഞൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ബൈ.